ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷെ എൻ്റെ കൂടെയുള്ള ഈ 3 എണ്ണം ഉണ്ടല്ലോ, ഇന്നെ ട്രൈ പോലും ചെയ്യാൻ സമ്മതിക്കാത്ത കുറച്ച് എണ്ണമാണ്. ഇങ്ങനത്തെ കുറച്ച് മലയാളികൾ ഉള്ളതാണ് നമ്മളെ കേരളത്തിൻ്റെ ശാപം. Hey girl, come here. What's your name? Adilakshmi. From? Alappuzha. നേരത്തെ വന്ന ടീമിന്റെ കൂടെ ഉള്ളതാ ആദ്യത്തെ. ഇംഗ്ലീഷ് ചോദിക്കാറിയോ? അഭിഷേക് കണ്ട, ഞാൻ ഓൾക്ക് ഇംഗ്ലീഷ് അറിയാൻ നോക്കിയാ. നന്നായിട്ട് ഇംഗ്ലീഷ് ചേച്ചി വർക്ക് ചെയ്യാം. ആരാ എന്തായാലും പറഞ്ഞ ആരേലും കാണുമ്പോ തോന്നുന്നുണ്ടാ കുട്ടിയെല്ലാം തോന്നിയാ? നല്ല കുട്ടിയല്ലേ? ടീമിന്റെ കൂടെ വന്നതാ. അതെന്താ ഇംഗ്ലീഷ് ചോദിക്കാൻ? ഞാൻ പറഞ്ഞുതരാം, ഇത് ഇംഗ്ലീഷ് ഞാൻ പറയും. 2000 years later. We met 2 children earlier. You came from UK? You came from a few minutes later. In their group. Because we know better than her, okay? അതേ അവൾക്ക് അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. വേണ്ടല്ലേ, ചോദിക്കാൻ പറ്റില്ല. പോസ്റ്റ് ചെയ്യും, അത് പോസ്റ്റ് ചെയ്യും. ആളെ പോയി എന്തിട്ടാലോ അങ്ങനത്തെ പറഞ്ഞു ഓൾക്ക് അടിയും കിട്ടി. ചേച്ചീനെ പോയി പരിചയപ്പെട്ട് വരാം. ആ ലൂബിക്കേന്റെ മരത്തിൽ നിന്ന് ഒരു ലൂബിക്ക എടുത്തിട്ടാ. ചെല്ലു രണ്ടാമത്തെ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. ട്രൂത്ത്. ഇന്ന് നമ്മൾ പോകുന്ന ട്രിപ്പ് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? It was enjoyable. Oh God! You again? Enjoyable. വീണ്ടും നിങ്ങളോ? എൻജോയബിൾ ഫുള്ള് ഇംഗ്ലീഷിലോട്ട് കിട്ടണം കേട്ടോ. Okay. I'm so happy because Varkala is my dream place. So I'm so excited to see Varkala cliff. സോ വേണ്ട. It's my space. Don't interfere. Heard a lot. I'm happy with that. Okay. But I shall call me, then I will come. I come. I will enjoy the show. Enjoy a little bit. എനിക്ക് ഈ സമയത്തിൽ അലൻ ജോസ് പെരേരയാണ് ഓർമ്മ വരുന്നത്. Hey Unimol, truth or dare? Truth. ട്രെയിനിൽ എന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ട് പ്രതികരിച്ചില്ല. ഇതിൽ നമ്മളത് കുറച്ച് പറയും കൂടെ വേണം. കാരണം മോള് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ബോൾഡാണ് ആള്. എന്താ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നും. അഭിനയിക്കും അങ്ങനെ തന്നെ, ഭയങ്കര ബോൾഡാണ്. പക്ഷെ എന്തേ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓളെപ്പോലൊരു പൂച്ചക്കുട്ടീനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം ബോൾഡായിട്ട് അഭിനയിക്കുകയാണ് ഓള്, എന്തിനോ വേണ്ടി അഭിനയിക്കുക. അത്രയും മോശം അനുഭവപ്പെട്ടാൽ മാത്രമേ ഞാൻ പ്രതികരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എന്നെ എന്തെങ്കിലും കാര്യം ഞാൻ അങ്ങനെ ഇരിക്കുന്നല്ല. ട്രൂത്ത് ഓർ ഡെയർ? ഇപ്പോൾ ഇതുവരെ ഉണ്ടായ ട്രിപ്പിൽ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ചേഞ്ച് ചെയ്യണം തോന്നി. ഒന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മന്തി കഴിച്ചത് മാറ്റണം തോന്നി, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ കുറേ സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു.
അപ്പൊ നമ്മൾ അത് മുൻകൂട്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് ഈ ലാഗ് മാറ്റാം. അതൊരു തെറ്റായ കാര്യമാണ്. കാരണം നമ്മൾ ജടായിപ്പാറ നോക്കി, അത് നമ്മൾ ആദ്യം കണ്ടെത്തണമായിരുന്നു. തുടങ്ങിയോളൂ. അത് ഞാൻ ശാലു പറയണോട് യോജിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇത്ര അടുത്ത് വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇനി അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ലാഗ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. ഇന്ന് പോയ ട്രിപ്പ് വെറുതെ പൈസ ചെലവായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലയോ? ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും വൈ ഇല്ലേ, അങ്ങനെ പൈസ ചെലവായിട്ട് തോന്നിയില്ല. നമ്മള് പ്ലാൻ ചെയ്തൊരു സംഭവം നമ്മൾ നടപ്പാക്കി നമുക്ക് നെയ്റ്റും കൂടി ഉണ്ടല്ലോ ചേച്ചി. കാരണം ട്രിപ്പ് പൊട്ടയാവലില്ല. കാരണം ഞങ്ങൾ 4 ആളുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇരുന്ന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വൈബാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ വരണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ പൊട്ടയാവില്ല. എന്തെങ്കിലും പാളിച്ചകളൊക്കെ പറ്റും, അത് നമ്മൾ അത് മറക്കും. പറയാൻ ആ കണ്ണ മരത്തിന് 5 പ്രാവശ്യം ചുറ്റി. കണ്ണിൽ കുരുവുമായി ശാലു നടന്നു നീങ്ങുകയാണ്. അതാ അവൾ ഡയർ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മുദ്രയിക്കേണ്ടു. ഇനി സിനിനോട് ട്രൂത്ത് ഓർ ഡെയർ. സിനിക്ക് പനിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു ഓക്കെ, ഈ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അപ്പുറത്തോ ഉള്ള പല ചെടികളിൽ നിന്നോ പല മരത്തിൽ നിന്നോ 5 വ്യത്യസ്ത മരത്തിൽ നിന്നോ അല്ലെങ്കിൽ 5 വ്യത്യസ്ത ചെടിയിൽ നിന്നുള്ള 5 ഇല ശേഖരിക്കാം. അവിടെ ആയിരിക്കണു ആൾക്കാര്. അതിനെ നടുവിൽ പോയിട്ട് 2 മിനിറ്റ് ഇരുന്നു. 2 മിനിറ്റ് വേഗം വിളിക്കണം കേട്ടോ. ഗൈസ്, നമ്മളിപ്പോ തീരുമാനിച്ച ഓളവിടെ നിർത്തി നമ്മൾ പോവാനാണ്. എന്താ ചെയ്യണത്? ഈ മരത്തിന്റെ മറക്കും നോക്കണ്ട പാവം. കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ്